എവ്രിവൺ, അമൃത മിസ് ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 8th CBSE എന്ന് പറയുന്നത് കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു വർഷമായിരുന്നു അല്ലേ. 8th CBSEയിൽ നമുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നു. ആ ടെക്സ്റ്റ് ബുക്ക് വന്നത് തന്നെ ജൂലൈ അവസാനം ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ ആയിട്ടാണ്. അതിനു മുമ്പേ നമുക്ക് പഠിക്കാനായിട്ട് NCERT ബ്രിഡ്ജ് കോഴ്സ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 6 weeks പ്രോഗ്രാം ആയിരുന്നു. അതെല്ലാം പഠിച്ചതിന് ശേഷമാണ് നമുക്ക് ആദ്യ സെറ്റ് ഓഫ് ടെക്സ്റ്റ് ബുക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ യോധ ബാച്ചിലുള്ള കുട്ടികൾക്കറിയാം, ഈ ബ്രിഡ്ജ് കോഴ്സ് ഇറങ്ങിയ സമയത്തും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സൈലത്തിൽ കൃത്യമായിട്ട് ബ്രിഡ്ജ് കോഴ്സുകളുടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പല സ്കൂളുകളും ബ്രിഡ്ജ് കോഴ്സിന് വെച്ചുകൊണ്ട് എക്സാം വരെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ യോധ ബാച്ചിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ടീച്ചേഴ്സ് എല്ലാവരും ചേർന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മളുടെ 7 ചാപ്റ്റേഴ്സ് അടങ്ങുന്ന ആദ്യത്തെ ടെക്സ്റ്റ് ബുക്ക് ഇറങ്ങുന്നത്. ആ ടെക്സ്റ്റ് ബുക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി പഴയ പാറ്റേണിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങളോട് കൂടിയാണ് പുതിയ ടെക്സ്റ്റ് ബുക്ക് ലോഞ്ച് ആയിട്ടുള്ളത് എന്ന്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് കോൺസെപ്റ്റ് പറയും, അതിൽ കുറച്ച് എക്സാമ്പിൾസ് പറയും, പിന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. അങ്ങനെയായിരുന്നു നമ്മുടെ CBSE ഫോളോ ചെയ്ത് വന്നിരുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഈ പഴയ കോൺസെപ്റ്റ് ഒക്കെ മാറ്റി പുതിയൊരു തരത്തിലാണ് ടെക്സ്റ്റ് ബുക്ക് ലോഞ്ച് ആയിട്ടുള്ളത്. എങ്ങനെയായിരുന്നു, ഒരു സ്റ്റോറി പറയുന്ന പോലെയാണ് ടെക്സ്റ്റ് ബുക്ക് വന്നത്. അപ്പം ഇനി അടുത്ത വർഷം, അതായത് 9th CBSEയിലും നമ്മളെ കാത്തിരിക്കുന്നത് പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ് അല്ലേ. അതിന്റെ സിലബസ് ഓൾറെഡി റിലീസ് ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഒരുപാട് പുതിയ ടോപ്പിക്കുകൾ ആഡ് ആയി വന്നിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കും ഈ മാറ്റങ്ങളും കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിച്ചു തുടങ്ങേണ്ടതുണ്ട്. അതേപോലെ 10th CBSE എന്ന് പറയുന്നത് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ബോർഡ് എക്സാം ആണ്. ഈ ഒരു ബോർഡ് എക്സാമിൽ അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യണം, അല്ലെങ്കിൽ A1 എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിലേക്ക് നിങ്ങൾക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് 9th CBSE ഉറപ്പിച്ച് പഠിച്ചാലേ നടക്കുകയുള്ളൂ. എങ്ങനെ 9th CBSE നമുക്ക് ഉറപ്പിച്ച് പഠിക്കാം, എങ്ങനെ സിസ്റ്റമാറ്റിക് ആയി ആദ്യം മുതലേ പഠിച്ചു തുടങ്ങാം, അതിന് നിങ്ങൾക്കുള്ളൊരു സൊല്യൂഷനാണ് നമ്മുടെ നിഞ്ച ബാച്ച് എന്ന് പറയുന്നത്. ഡെയിലി ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഈ ലൈവ് ക്ലാസ്സുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ചാപ്റ്ററിനെ തന്നെ നമ്മൾ 6 സെക്ഷനായിട്ടൊക്കെ തിരിക്കുകയായിരിക്കും. അപ്പോൾ ഓരോ സെക്ഷൻ എന്ന് പറയുന്നത് 1.5 മണിക്കൂറിൻ്റെ ഒരു ക്ലാസ് ആയിരിക്കും. ഈ ഓരോ 1.5 മണിക്കൂർ ക്ലാസ് കഴിയുന്നതിന് കൂടെ തന്നെ നിങ്ങൾക്ക് 10 MCQs പ്രാക്ടീസ് ചെയ്യാനായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ചാപ്റ്റർ 6 സെക്ഷനാക്കി തിരിക്കുമ്പോൾ ഒരു ചാപ്റ്ററിന് തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 60 MCQs പ്രാക്ടീസ് ചെയ്യാനായിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏത് ചോദ്യം നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിഷ്പ്രയാസം അത് ചെയ്യാനായിട്ട് സാധിക്കും. അത്ര അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചാപ്റ്ററും പഠിച്ചു തീർക്കാം. ഇത് ഒരു സബ്ജക്റ്റിന്റെ മാത്രം കാര്യമല്ല, ഈച്ച് സബ്ജക്ട്, എല്ലാ സബ്ജക്റ്റിനും ഈ ഒരു ഫീച്ചർ അവൈലബിൾ ആണ്. ഇതിനുശേഷം നമുക്കുള്ളത് യൂണിറ്റ് ടെസ്റ്റുകളാണ്. ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, യൂണിറ്റ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ടേം എക്സാംസ് വരുന്നുണ്ട്. ഇനി ഏതെങ്കിലും ക്ലാസ് നിങ്ങൾക്ക് സപ്പോസ് മിസ്സായി പോയി എന്ന് വിചാരിക്കുക, ആ ഒരു ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെക്കോർഡഡ് ക്ലാസ്സുകളായിട്ട് കാണാനായിട്ട് പറ്റും. ഇനി ഇതിന്റെ കുറച്ച്, ഇത് നമ്മൾ നിഞ്ച ബാച്ച് എന്ന് പറയുന്ന 3 പ്ലാനുകളായിട്ടാണ്. ബേസിക് പ്ലാൻ, ഇൻഫിനിറ്റി പ്ലാൻ, ഇൻഫിനിറ്റി പ്രോ പ്ലാൻ. ഈ ബേസിക് പ്ലാനിൽ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും നമ്മുടെ ബേസിക് പ്ലാനിലുള്ളതാണ്. ഇനി ഇൻഫിനിറ്റി പ്ലാനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പേൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടെ വരികയാണ്. എന്താണ് പേൾ വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് നിങ്ങളുടെ സ്കൂളിൽ 1ാമത്തെ ചാപ്റ്ററിന് പകരം 2ാമത്തെ ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിഞ്ച ബാച്ചിൽ അപ്പം 1ാമത്തെ ചാപ്റ്ററല്ലേ എടുക്കുക, എങ്ങനെ എനിക്ക് 2ാമത്തെ ചാപ്റ്ററിന്റെ കോൺസെപ്റ്റുകൾ കിട്ടും? അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പേൾ ഫീച്ചർ എന്ന് പറയുന്നത്. അതായത് ഓൾറെഡി എല്ലാ ചാപ്റ്റേഴ്സും റെക്കോർഡഡ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ആ പേൾ വീഡിയോസ് ആക്സസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കൂളിൽ എടുക്കുന്ന ചാപ്റ്റർ കൂടെ തന്നെ നിങ്ങൾക്ക് അത് പഠിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ അടുത്തൊരു ഫീച്ചറാണ് മൈൻഡ് മാപ്പും ഇൻസ്റ്റാൾ ചെയ്യണം. ഇപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്ക് കുറച്ച് പേർക്കെങ്കിലും അത് അറിയുണ്ടാവും. ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് പറയുന്നത് ഒരു ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ക്യാപ്സ്യൂൾ പരുവാണ് എന്ന് തന്നെ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചാപ്റ്ററിലുള്ള എല്ലാ കോൺസെപ്റ്റുകളും, അതിൽ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സ്പേസ് അടക്കമുള്ള ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു നോട്ടാണ് നമ്മളുടെ ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് പറയുന്നത്. ഇനി മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഫുൾ ചാപ്റ്ററിനെ നമ്മളൊരു കംപ്രസ് ചെയ്തിട്ട് ഒരു കുഞ്ഞു രൂപത്തിലേക്ക് മാറ്റിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം നിങ്ങൾ പഠിപ്പിക്കാനാണ്, നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിനായിട്ടാണ് മൈൻഡ് മാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് രണ്ടും തന്നെ വരും നമ്മുടെ ഇൻഫിനിറ്റി പ്ലാനിലാണ്. ഇനി അടുത്തതാണ് ഇൻഫിനിറ്റി പ്രോ പ്ലാൻ എന്ന് പറയുന്നത്. ഇതിൽ സംബന്ധിച്ച് പറയുവാണെങ്കിൽ നമുക്കറിയാം 10th ശേഷം അല്ലെങ്കിൽ +2 ശേഷം നമ്മൾ ഇറങ്ങാൻ പോകുന്നത് ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു വേൾഡിലേക്കാണ്. അവിടെ നമുക്ക് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ബേസ് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങണം. ഫസ്റ്റ് ചാൻസിലെ നീറ്റ് JEE പോലെയുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തറിഞ്ഞിരിക്കണം, ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരിക്കണം. ഇത് ഉറപ്പിക്കാനായിട്ടാണ് നമ്മളുടെ ഫൗണ്ടേഷൻ ബാച്ച് ആയിട്ടുള്ള ഫാൽക്കൺ ബാച്ച് ഉള്ളത്. അപ്പോൾ ഇൻഫിനിറ്റി പ്രോ എന്ന് പറയുന്ന ബാച്ച് പർച്ചേസ് ചെയ്യുന്നതിലൂടെ എന്തുകൂടെ കിട്ടുവാണ്, ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡിങ് ഫാൽക്കൺ ബാച്ച് കൂടെ വരുവാണ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടതെല്ലാം തന്നെ നമ്മുടെ നിഞ്ച ബാച്ചിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഏതെങ്കിലും ഫീച്ചേഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി.